നമസ്കാരം. SB ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പം എൻ ഷംസുദ്ദീൻ, റോജി എം ജോൺ, അതോടൊപ്പം തന്നെ PC വിഷ്ണുനാഥ്, M ലിജു എന്നീ 4 പേരടങ്ങുന്ന ഒരു മന്ത്രിസഭാ ഉപസമിതി ഉണ്ടായിരുന്നു. ഈ മന്ത്രിസഭാ ഉപസമിതി നമ്മുടെ PM ശ്രീ പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ഒരു വിശദമായി പഠനം നടത്തി. ഒടുവിൽ ഒരു തീരുമാനത്തിൽ അവരെത്തി, എന്തായിരുന്നാലും PM ശ്രീ പദ്ധതി നടപ്പിലാക്കും. അതായത് സംസ്ഥാനത്തിന് ഏകപക്ഷീയമായി ഇത് തടസ്സപ്പെടുത്താനോ അല്ലെങ്കിൽ ഏകപക്ഷീയമായി ഇതിൽ നിന്ന് പിന്മാറാനോ സാധ്യമല്ല എന്നൊരു തീരുമാനത്തിലേക്ക് അവരെത്തി. നമ്മൾ ആലോചിക്കേണ്ടത്, ഇതിനകത്ത് റോജി എം ജോൺ നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്. എൻ ഷംസുദ്ദീൻ എന്ന് പറഞ്ഞ മുസ്ലിം ലീഗിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്. PC വിഷ്ണുനാഥ് നമുക്കറിയാവുന്ന പോലെ ടൂറിസം വകുപ്പ് മന്ത്രിയാണ്. ഇവിടെ M ലിജുവിനെ സംബന്ധിച്ചിടത്തോളം എക്സൈസ് വകുപ്പ് മന്ത്രിയാണ്. ഇവരെല്ലാം കൂടെ ചേർന്ന് ആണ് ഇതിനകത്ത് തീരുമാനം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് സംബന്ധിച്ച് ഒരു റിപ്പോർട്ട്, കൃത്യമായി റിപ്പോർട്ട് പഠിക്കുകയും ഈ റിപ്പോർട്ട് ഹാജരാക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇവർ ഇനി എങ്ങനെ ഇത് നടപ്പിലാക്കുമെന്ന് വെച്ചാൽ, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ അവകാശമുണ്ട്. അതായത് നമ്മുടെ സംസ്ഥാനത്തിലെ വിദ്യാർത്ഥികൾ സിലബസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു അവകാശമുണ്ട്. ആ അവകാശങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നതിന് വേണ്ട നടപടിക്രമങ്ങൾ ഇതിനകത്ത് ഉണ്ടാകുമെന്നുള്ളതാണ് ഉറപ്പ് നൽകുന്നത്. അപ്പം അങ്ങനെ നടത്തിക്കൊണ്ട് എങ്ങനെ PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 2000 കോടി രൂപയോളം ഇല്ല എന്നുണ്ടെങ്കിൽ, അതായത് SSK ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടും മറ്റുള്ള അനുസരിച്ച് ഏകദേശം 2000 കോടി രൂപയോളം നമുക്ക് നഷ്ടം വരും. അതുകൊണ്ട് ഇത് എങ്ങനെയെങ്കിലും നടത്തിക്കൊണ്ട് പോയേ പറ്റൂ എന്നുള്ളതാണ്. ഇതിനെയാണ് നിലപാടില്ലായ്മ എന്ന് പച്ച മലയാളത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത്. ഇവിടെ MOU ഒപ്പിട്ട സമയത്ത്, അതായത് കഴിഞ്ഞ മന്ത്രിസഭ, അതായത് പിണറായി വിജയൻ്റെ മന്ത്രിസഭ MOU ഒപ്പിട്ട സമയത്ത് ഇവിടെ എന്തൊക്കെയായിരുന്നു പുകിലുണ്ടാക്കിയത്? ഇവിടുത്തെ KSUക്കാരും SFI യൂത്ത് കോൺഗ്രസ്സുകാരും എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കിയത്? സംഘികൾക്ക് അടിയറ വെച്ചു. സംഘിക്കുട്ടൻ എന്ന് വിളിച്ച, അതായത് അന്ന് വി ശിവൻകുട്ടിയെ സംഘിക്കുട്ടൻ എന്ന് വിളിച്ച ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആൾക്ക് തൻ്റെ ഇടമുണ്ടോ ഇന്ന് ഈ പറയുന്ന N ഷംസുദ്ദീൻ എന്ന് പറയുന്ന മുസ്ലിം ലീഗ് മന്ത്രിയെ സംഘിക്കുട്ട എന്ന് വിളിക്കാൻ? ചുരുക്കി ഇത്രയേ ഉള്ളൂ. ഈ പദ്ധതി മുന്നോട്ട് പോവും, PM ശ്രീ പദ്ധതി നടപ്പിലാവും. അപ്പോൾ സ്കൂൾ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് മോഡൽ സ്കൂൾ വേണമല്ലോ, ആ മോഡൽ സ്കൂൾ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ടും ഈ സിലബസുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഒക്കെയുള്ള കാര്യങ്ങൾ കേന്ദ്രവുമായി സംസാരിച്ച് തീരുമാനിക്കും എന്നുള്ളതാണ്. ചർച്ച നടത്തും. ഈ ചർച്ച ഒരിക്കലും കേരളത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാനേ പോകുന്ന തരത്തിലാവില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സംഘിവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഗവർണർ തന്നെയാണ് ഏറ്റവും വലിയ ഉദാഹരണം. നമുക്കറിയാം, ഇന്ന് നമ്മുടെ MG സർവകലാശാല സെനറ്റിലടക്കം, ഇവിടെ കേരളത്തിലെ സകലമാന സർവകലാശാല സെനറ്റിലടക്കം സംഘികളെ കുത്തിത്തിരികൊണ്ടിരിക്കുന്ന, കാവ്യവൽക്കരണത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഗവർണർക്ക് ചൂട്ട് പിടിച്ചു കൊടുക്കുകയാണ് ഇന്ന് നമ്മുടെ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വർഗീയതയ്ക്ക് എതിരെ നിശിതമായി ഒരു കർശനമായി നിലപാടെടുക്കുമെന്ന് പറഞ്ഞ VD സതീശൻ മന്ത്രിസഭ കാണിച്ചുകൊണ്ടിരിക്കുന്ന നിലപാടുകളാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് റോജി എം ജോൺ പറഞ്ഞത് ഇതൊരു ഗുസ്തി മത്സരമല്ല എന്ന് പറഞ്ഞു? സ്വന്തം വകുപ്പിൽപ്പെട്ട MG യൂണിവേഴ്സിറ്റിയിൽ സംഘികളെ കുത്തിത്തിരികിയപ്പോൾ റോജി എം ജോണിന് മിണ്ടാട്ടമില്ല, ഉരിയാട്ടമില്ല, നട്ടലില്ലാത്ത പ്രവൃത്തി എന്ന് തന്നെ പറയേണ്ടി വരില്ലേ അതിനെയൊക്കെ? അതേസമയം കഴിഞ്ഞ സർക്കാർ എന്താ ചെയ്ത്? വളരെ കൃത്യമായി അതിനെതിരായി നിലപാടെടുത്തില്ലേ? ഇവിടെ SFI അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ സമരവുമായി രംഗത്തേക്ക് പോയില്ലേ? വിദ്യാഭ്യാസ സംരക്ഷണ ജാഥ എന്ന് പറഞ്ഞുകൊണ്ട് പരിപാടികൾ സംഘടിപ്പിച്ചത് ഇടതുപക്ഷത്തിന്റെ കാലഘട്ടത്തിലല്ലേ? എന്തുകൊണ്ട് ഇന്ന് അതിനൊന്നും സാധിക്കാതെ പോകുന്നു? അപ്പോൾ അടിയറ വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, കേരളത്തിന്റെ തീരദേശം കച്ചവടമാക്കി അദാനിക്ക് കൊടുക്കുമ്പോഴും അദാനിയും നരേന്ദ്രമോദിയും തമ്മിലുള്ള അടുപ്പം എന്താണെന്ന് വളരെ കൃത്യമായി അറിയാവുന്ന ഒരാൾ തന്നെയാണ് നമ്മുടെ മുഖ്യമന്ത്രിയായിരിക്കുന്ന വ്യക്തി. അപ്പം ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? കോൺഗ്രസിന്റെ പാരമ്പര്യം എടുത്ത് പരിശോധിച്ചാൽ 75 വർഷത്തെ മഹനീയമായ പാരമ്പര്യം അവകാശപ്പെടാനുള്ള കോൺഗ്രസ് പാർട്ടി തന്നെയല്ലേ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം BJPക്ക് സംഭാവന ചെയ്തത്, അതിന് ഒത്താശ ചെയ്തു കൊടുത്തത്, വഴിമരുന്നിട്ട് കൊടുത്തത്? അപ്പോൾ സ്വാഭാവികമായും അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്ത്യയിൽ തന്നെയുള്ള വിവിധ സംസ്ഥാനങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിക്കോളൂ. ആ സംസ്ഥാനങ്ങളിലെല്ലാം BJPക്ക് അധികാരത്തിലെത്താൻ വേണ്ട എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി കൊടുത്തത് കോൺഗ്രസ് പാർട്ടിക്കാർ തന്നെയല്ലേ? രേഖാ ഗുപ്ത ഭരിക്കുന്ന ഡൽഹി പോലും ഇന്ന് രേഖാ ഗുപ്തയുടെ കയ്യിലേക്ക് എത്തിയത് അരവിന്ദ് കെജ്രിവാളിനെ അട്ടിമറിക്കാൻ കോൺഗ്രസ് പരിശ്രമിച്ചതുകൊണ്ടല്ലേ? അതെ. അപ്പോൾ അങ്ങനെ പലയിടങ്ങളിൽ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോഴും, മഹാരാഷ്ട്രയാണെങ്കിലും ഹരിയാനയാണെങ്കിലും ഇനിയിപ്പോൾ തെലങ്കാന മാത്രമേ ഉള്ളൂ, ഏത് സംസ്ഥാനം എടുത്ത് പരിശോധിച്ചാലും ആ ഒരു നയം പിന്തുടരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ഇവിടെ മഹാത്മാഗാന്ധിയെക്കുറിച്ചും മുഗളന്മാരെക്കുറിച്ചും പഠിക്കും
ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന PM ശ്രീ പദ്ധതിയുടെ ഇതെടുത്തിട്ട് ആറ്റിക്കളയുമെന്നോ അറബിക്കടലിൽ കളയുമെന്നോ ഒക്കെ പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ആളുടെ പേര് KM ഷാജി എന്നാണ്. ആ ഷാജി എത്ര പെട്ടെന്നാണ് മലക്കം പറഞ്ഞത് മന്ത്രി? എത്ര പെട്ടെന്നാണ് മലക്കം പറഞ്ഞത്? ഇപ്പൊ KM ഷാജിയുടെ പിന്നെ ശേഷാദ്രിയെ നിയമിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടും വിവാദം പുകഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ തെരഞ്ഞെടുപ്പ് കമ്മീഷനായിട്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? അപ്പൊ ഇതൊക്കെ സംഭവിച്ചതിന്റെ ഇതൊക്കെ ഒരുതരം വിട്ടുവീഴ്ച മനോഭാവം, ചില കാലുപിടിക്കൽ മനോഭാവം. KT ജലീൽ പറഞ്ഞതുപോലെ ഈ പറയുന്ന മുസ്ലിം ലീഗിന്റെ അടക്കം നേതാക്കന്മാർക്ക് EDയോട് പേടിയാണ്. എന്തുകൊണ്ടാണ്? മുസ്ലിം ലീഗിനെ കൊണ്ട് തന്നെ ഒപ്പുവെപ്പിക്കും എന്ന് സുരേന്ദ്രൻ കർശനമായി പറഞ്ഞല്ലോ. സുരേന്ദ്രൻ BJP നേതാവല്ലേ? ആ BJP നേതാവ് വളരെ കർശനമായി പറഞ്ഞ എന്താ? ഞങ്ങൾ പിന്നെ മുസ്ലിം ലീഗ് മന്ത്രിയെ കൊണ്ട് തന്നെ PM ശ്രീ പദ്ധതി ഒപ്പുവെപ്പിക്കും. എന്തിന്റെ ബലത്തിലാണ് പറഞ്ഞത്? വെറുതെ കയറി പറഞ്ഞാണ് നമ്മൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ഇല്ല. അതിന്റെ എല്ലാം പിന്നിൽ കാരണങ്ങളുണ്ടെന്നേ. വെറുതെ പറയണോ? വെറുതെ അങ്ങനെ പറയാൻ കഴിയൂ? എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ഭരിക്കുന്ന കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് സുധാകരൻ അങ്ങനെ ഒരു വാക്ക് പറയാതിരുന്നത്? PM ശ്രീ പദ്ധതി പിണറായി വിജയനെ കൊണ്ടും ശിവൻകുട്ടിയെ കൊണ്ടും ഒപ്പിവെപ്പിക്കും എന്തുകൊണ്ട് പറഞ്ഞില്ല? പറയില്ല. കാരണം എന്താ? കർശന നിലപാടായിരുന്നു അന്നെടുത്തത്. MOU ക്യാൻസൽ ചെയ്തിട്ടില്ല എന്ന് വരെ ഇവിടെ പറഞ്ഞു പരത്തി കള്ളം പ്രചരിപ്പിച്ചു. ഇന്ന് അതിൽ നിന്ന് വിഭിന്നമായി ഒരു മന്ത്രിസഭ മുന്നോട്ട് കൊണ്ടുപോകും, അതിൽ നിന്ന് വിഭിന്നമായി ഒരു ഭരണ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകും, ഒരു ചേഞ്ച് ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് കയറിക്കൂടിയ ഈ UDF സർക്കാർ ഇന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? ഏതെല്ലാം കാര്യങ്ങൾ കേന്ദ്ര നയവുമായി സംസ്ഥാനത്തിന് ഒത്തുപോകാൻ കഴിയാത്ത നയങ്ങളെയെല്ലാം എതിർത്തുകൊണ്ട് നിന്ന ആ ഇടതുപക്ഷ സർക്കാരിൻ്റെ എല്ലാ ആദർശങ്ങളെയും വെട്ടി നിരത്തിക്കൊണ്ടാണ് പുതിയ സർക്കാർ പ്രവർത്തിക്കുന്നത്. കേരളത്തിൻ്റെ തന്നെ എല്ലാ ആദർശങ്ങളെയും വെട്ടി നിരത്തുന്നുണ്ട്. ഇവിടെ ഈ NEP നടപ്പിലാവും, ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പിലാക്കും. അതിനുവേണ്ട എല്ലാ ഒത്താശയും ഈ പറയുന്ന എല്ലാ നേതാക്കന്മാരും ചെയ്തു കൊടുക്കും. ഷംസുദ്ദീൻ അടക്കമുള്ള ഈ പറയുന്ന മഴയായ കുയ്യാവൂ എന്ന് പറഞ്ഞ PK ബഷീർ അടക്കമുള്ള നമ്മുടെ KM ഷാജി അടക്കമുള്ള എല്ലാവരും, റോജി M ജോണും M ലിജുവും PC വിഷ്ണുനാഥും അടക്കം വലിയ ഇത് പറയുമല്ലോ. ഉമ്മൻചാണ്ടി അനുകരിച്ച് നടക്കുന്ന ഒരാളല്ലേ PC വിഷ്ണുനാഥിനെ നിന്ന് മാറിയിക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. ഇവരെല്ലാം വിറപ്പിച്ച് നിർത്തുകയാണ് ഈ പറയുന്ന VD സതീശൻ. കാരണം എന്താ? ഈ VD സതീശനോ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കേരളത്തിലേക്ക് ഈ BJP പിന്നെ ഒരു ED അന്വേഷണം വന്നു കഴിഞ്ഞാൽ പലർക്കും ഭയമുണ്ട്. ആ ഭയത്തെ മുതലെടുത്തുകൊണ്ടാണ് ഇന്ന് BJP നിലനിൽക്കുന്നത്. പിന്നെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഈ KT ജലീൽ പറയുന്നുണ്ടല്ലോ, എത്രയധികം നേതാക്കന്മാരുടെ ഇടയിലേക്ക്. ഇപ്പൊ തന്നെ നമുക്കറിയാം ശേഷാദ്രിയെ നിയമിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗ് എടുത്തിരിക്കുന്ന നിലപാട് എന്താണ്? അതിലൊരു തെറ്റുമില്ല. പുള്ളിയെ കുറിയിട്ടതുകൊണ്ട് അദ്ദേഹത്തെ സംഖ്യയാക്കരുത് എന്നല്ലേ മുസ്ലിം ലീഗ് പറഞ്ഞിരിക്കുന്നത്? യൂത്ത് ലീഗിന്റെ നിർദ്ദേശം അത് തന്നെയല്ലേ? അപ്പം എന്തിനാണ് ഭയക്കുന്നത്? ഇവിടുത്തെ സംഘപരിവാറിന്റെ എല്ലാ അജണ്ടകളെയും ചെറുക്കുന്ന ഒരു സർക്കാർ ഉണ്ടാകണമെന്നാണ് കേരളത്തിലെ ജനം ആഗ്രഹിച്ചതെങ്കിൽ, എന്നാൽ അതിനും വിപരീതമായി ഈ നാട്ടിലെ ന്യൂനപക്ഷ അവകാശങ്ങളെ പോലും ഹനിക്കുന്ന തരത്തിൽ ഈ സംഘപരിവാറുമായി നയം ചേർന്നുകൊണ്ട് പ്രവർത്തിച്ചു പോരുന്ന ആരാണ്? നമുക്കറിയാം, ഈ സർക്കാരാണ്. ഈ കോൺഗ്രസ് രൂപീകരിച്ച അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF സർക്കാരാണ്. മുസ്ലിം ലീഗ് ഇതിനകത്തൊരു നിശബ്ദ പങ്കാളിയാണോ? അതല്ല, ഈ പറയുന്ന പോലെ എല്ലാം തങ്ങൾക്ക് നേരെ വരുന്ന ചന്ദ്രിക ഫണ്ട് തട്ടിപ്പ് കേസ് അടക്കമുള്ള കേസുകളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണോ ഈ രീതിയിൽ ഒരു നിലപാടെടുത്തുകൊണ്ട് കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെ പോലും, പൊതുവിദ്യാഭ്യാസ മേഖലയെയും ഉന്നത വിദ്യാഭ്യാസ മേഖലയും കേരളത്തിൻ്റെ കടൽ തീരത്തെയും എല്ലാം ഈ പറയുന്ന BJPയും അവർ നയിക്കുന്ന ചില കോർപ്പറേറ്റ് നേതൃത്വത്തിൻ്റെയും അടിയറവ് വെച്ചു കൊടുക്കുന്നതെന്ന് നമ്മൾ സംശയിക്കേണ്ടി വരും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.